തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള വട്ടയപ്പം അരി അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കുക. റസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. 2 കപ്പ് പച്ചരി നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരി എടുത്ത കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, നല്ല പുതിയ ഈസ്റ്റ് തന്നെയാണ് ചേർത്ത് കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുമ്പം നമ്മുടെ മധുരം എത്ര വേണമെന്നുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതൊരു മീഡിയം മധുരം ഉണ്ടാവും. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, ചിരകിയ തേങ്ങ 1 കപ്പ്, 1/4 കപ്പ്. അധികം വളയാത്ത തേങ്ങയാണ് നല്ലത്. തേങ്ങ ചിരകുന്ന സമയത്ത് അതിൻ്റെ ബ്രൗൺ കളറ് ചിരകി എടുക്കാണ്ട് മുകളിൽ ഉള്ള തേങ്ങ മാത്രം ചിരകി എടുത്ത് അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല വെള്ള കളറായിട്ട് കിട്ടും. 1/4 കപ്പ് തേങ്ങയും ചേർത്ത് 1/4 കപ്പ് ചോറ്. വെള്ളച്ചോറാണ് എടുത്തിട്ടുള്ളത്. വെള്ളച്ചോറ് എടുത്തു കഴിഞ്ഞാൽ അപ്പം നല്ല വെള്ള കളറായി കിട്ടും. ചോറും ചേർത്ത് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് വെക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെക്കണം. അടച്ച് വെച്ചാൽ 4 മണിക്കൂർ ആകുമ്പോഴത്തേക്കന്നെ ഇത് നല്ലപോലെ കുതിർന്ന് വരും. ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് കുതിർന്ന് വരും. നമുക്ക് അരച്ചെടുക്കാം. 3-4 മണിക്കൂർ കൊണ്ട് ഇത് കുതിർന്ന് അരച്ചെടുക്കാം. ഞാനൊരു 3 മണിക്കൂർ ആകുമ്പം തന്നെ ഇത് അരച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ കുതിർന്ന് പൊന്തി വന്നിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം, ഈ കുതിർത്ത് വെച്ച വെള്ളം തന്നെ കുറച്ച് ഒഴിച്ച് അരച്ചെടുക്കുക. കുറച്ച് കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് വെള്ളം കുറച്ചായി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ കട്ടിയിൽ അരച്ചെടുക്കണം. തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ കുറച്ചൊരു തരിതരിയായിട്ടുണ്ടാവും അരച്ചെടുക്കുമ്പം. ആ പാകത്തിൽ അരച്ചെടുക്കാം. ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കണം. ഈ പാകത്തിലാണ് മാവ് കിട്ടേണ്ടത്. ഇതുപോലെ മാവ് കിട്ടിയാൽ മതി, ലൂസ്. ഇനി ഇത് അടച്ചു വെക്കണം. നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയം വരെ ഇത് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് തന്നെ ഇത് പൊങ്ങി വരും. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അധികം സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അരച്ച് വെച്ച് നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് ഈ പാകത്തിൽ റെഡിയായി വരും. ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അധികം ഇളക്കി കൊടുത്താൽ ഇതിൻ്റെ പതയെല്ലാം താണു പോകും. അതുകൊണ്ട് ഇളക്കണ്ട അധികം. ഇനി ഇതൊരു പ്ലേറ്റിലാണ് ഉണ്ടാക്കുന്നത്. ആ പ്ലേറ്റിൽ എണ്ണ തടവി കൊടുത്ത് ആവിച്ചെമ്പ് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ആവിച്ചെമ്പിലേക്ക് വെച്ച് ഈ പ്ലേറ്റിൻ്റെ അരഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. അത് നിറച്ച് ഒഴിച്ചു കൊടുത്താൽ ഇത് പൊങ്ങി വരും. അരഭാഗം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു 20 മിനിറ്റ് ആകുമ്പോഴേക്കന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഇതുപോലെ കുത്തി നോക്കിയാൽ മതി. കുത്തി നോക്കുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇത് വെന്തിട്ടുണ്ട്. ഇതിനെ എടുത്ത് പുറത്ത് വെച്ച് തണുത്ത ശേഷം ഇതുപോലെ ഇളക്കിയെടുത്താൽ മതി. ഇങ്ങനെ ഇളക്കുമ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റും. അരി അരച്ച് റസ്റ്റ് ചെയ്യാനൊന്നും വെക്കാണ്ട് കുതിർത്ത് വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അധികം റസ്റ്റ് ചെയ്യാൻ 5-6 മണിക്കൂർ വെക്കൊന്നും വേണ്ട. അതേ ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ടേസ്റ്റുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നിങ്ങൾക്ക് കിട്ടും. Thank you for watching.